രാഷ്ട്രീയ കേരളം ഇന്ന് ഏറെ ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ചില പ്രയോഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഇഡിയംസ്, ശബ്ദധാരാവലിയിൽ നമ്മൾ പരതിയാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ലാത്ത ചില പ്രയോഗങ്ങളാണ്. അദ്ദേഹം കഴിഞ്ഞ 10-17 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ തുടങ്ങിയതാണ്. അപ്പോഴേക്കും തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ അപ്രമാദിത്വം അദ്ദേഹം സ്ഥാപിച്ചു എന്നുള്ളതിന് തെളിവായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങൾ. ഒന്ന്, ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് മത്തായി ചാക്കോയുടെ മരണം സംബന്ധിച്ച് അദ്ദേഹത്തിന് അന്ന് അന്ത്യവികാശ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് അന്നത്തെ അവിടുത്തെ വയനാട്ടിൽ കോഴിക്കോട് താമരശ്ശേരി ബിഷപ്പ് അത് പറയുമ്പോൾ അദ്ദേഹത്തിന് അന്ത്യവികാശ സ്വീകരിച്ചിട്ട് നല്ല മരണമാണ് ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ നികൃഷ്ടജീവി എന്ന് വിളിച്ച് ആദ്യം തന്നെ പേരോ ദുഷ്പേരോ ഉണ്ടാക്കിയ വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ അങ്ങനെ ആരെയും എന്തും വിളിക്കാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഹങ്കാരമാണോ, അദ്ദേഹത്തിന് ജയ് വിളിക്കുന്ന ഒരു കൂട്ടം ഒരു സമൂഹം നൽകുന്ന ഒരു ധൈര്യമാണോ ഇതിനൊക്കെ അദ്ദേഹത്തിന് പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാനിത് പറയാൻ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഈ ഭാഷാശൈലി അദ്ദേഹം പ്രയോഗിച്ചതിന് ആദ്യം തുടക്കത്തിലിടുമ്പോഴും ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മാർ കുറുലിയോസ് തിരുമേനിക്കെതിരെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു വിവരദോഷി എന്ന് പറഞ്ഞിരിക്കും. അത് വ്യക്തമായിട്ട് മാർ കുറുലിയോസ് പുരോഹിതർക്കിടയിലും വിവരദോഷി ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു പുരോഹിതൻ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ സമീപനം ശരിയല്ലാത്തിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ CPM-ൻ്റെ കോൺഗ്രസ് വിരോധമാണ് ഇവിടെ CPM കേരളത്തിൽ പരാജയപ്പെട്ടത്, BJP അല്ല എതിർത്തത് എന്ന് വ്യക്തമായി അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. ആ കുറിപ്പിന് മറുപടിയായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞ ഇതാണ്, അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതാണ് വിവരദോഷി എന്ന്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നികൃഷ്ടജീവി എന്ന് പറഞ്ഞു, മറ്റൊരു ഇതുപോലെ പുരോഹിത ശ്രേഷ്ഠനെ പറഞ്ഞു. ഇപ്പോൾ മാർ കുറുലോസിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോഴും ഈ മുഖ്യമന്ത്രിയുടെ ഇത് വന്നതിന് ശേഷവും അദ്ദേഹം വീണ്ടും പ്രതികരിച്ചത്, അദ്ദേഹം എപ്പോഴും ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിന് ക്രിസ്തീയ വിശ്വാസവുമായിട്ടും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അധിഷ്ഠിതമായ ചാരിറ്റികൾ, സ്നേഹപ്രകടനങ്ങൾക്ക് തുല്യമായിട്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ ചെയ്യാൻ കഴിയുന്നൊരു പാർട്ടി ആയതുകൊണ്ടാണ് അദ്ദേഹം ഈ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നുവെന്ന് അദ്ദേഹം ഊന്നി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, പിണറായി വിജയന് ഏതെങ്കിലും ഈ പറഞ്ഞ CPM-ഓ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിദാനം ചെയ്യുന്ന വെർച്യൂസോ ചാരിറ്റിയോ നന്മകളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് വളരെ വലിയൊരു ചോദ്യമാണ് മാർ കുറുലോസി ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ചോദ്യം യഥാർത്ഥത്തിൽ കേരള ജനത ഇന്ന് എല്ലാവരും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. നമുക്ക് മുഖത്ത് നോക്കി ചോദിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, മാധ്യമപ്രവർത്തകർ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാർട്ടിയുടെ അപ്രമാദിത്യം ഉണ്ടാക്കി, അത് കഴിഞ്ഞ് മന്ത്രിസഭയിലും അപ്രമാദിത്യം ഉണ്ടാക്കി. മന്ത്രിസഭയിൽ ഇന്ന് അദ്ദേഹം സബ് ജൂനിയേഴ്സാണ് അദ്ദേഹത്തിന് കീഴിലുള്ളവർ. അദ്ദേഹം ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. മറ്റു മന്ത്രിമാരെല്ലാം തന്നെ വോയിസ്ലെസ് ആണ്, ആർക്കും തന്നെ യാതൊരു സ്വരവും ഇല്ല എന്ന് പറയും. അതുപോലെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റും കൂടുമ്പോഴും കേന്ദ്ര കമ്മിറ്റിയിൽ പോലും ആരും തന്നെ പിണറായി വിജയൻ്റെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആരെയും ആക്ഷേപിക്കാൻ എന്ത് ഭാഷാ പ്രയോഗവും ഉപയോഗിക്കുന്ന രീതികളെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമൂഹത്തിൽ സമുന്നതരായിട്ടുള്ള പല വിധത്തിലുള്ള നിലവാരങ്ങളിൽ നിൽക്കുന്നവരെക്കുറിച്ച് പറയുമ്പോൾ ആർക്കാണ് ഇത് ക്ഷീണം പറ്റുന്നത്? യഥാർത്ഥത്തിൽ പാർട്ടിയെ മുക്കുകയാണ് ശ്രീ പിണറായി വിജയൻ എന്നാണ് പാർട്ടിയിലുള്ളവർ തന്നെ പുറത്ത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയുന്നില്ലെങ്കിലും പാർട്ടിയെ മുക്കുന്ന ഒരു സംവിധാനമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കാലം ഇതോടുകൂടി, ഈ മന്ത്രിസഭ ഇതോടുകൂടി കഴിയും. അപ്പോഴേക്കും ഈ പാർട്ടി ഇല്ലാണ്ടാകും എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിൽക്കുകയാണ്. ഇതുകൂടാതെ നമ്മൾ നേരത്തെ വേറൊരു കാര്യം കൂടെ പറയേണ്ടി വന്നു. ആദ്യം ഈ നേരത്തെ പറഞ്ഞ പ്രയോഗം കൂടാതെ, നികൃഷ്ടജീവി എന്നുള്ള പ്രയോഗം കൂടാതെ തൊട്ട് പിന്നാലെ വന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, അതായത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കൊല്ലം ജില്ലയിൽ ശ്രീ NK പ്രേമേന്ദ്രൻ, അദ്ദേഹം നേരത്തെ LDF-ൻ്റെ മന്ത്രിയായിരുന്നു, വാട്ടർ അതോറിറ്റി മിനിസ്റ്ററായിരുന്നു. ശ്രീ അച്യുതാനന്ദൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തിൻ്റെ വാട്ടർ അതോറിറ്റി മിനിസ്റ്ററായിരുന്നു. അത് കഴിഞ്ഞ് അവർ മുന്നണി മാറി UDF-ലേക്ക് പോയപ്പോൾ NK പ്രേമേന്ദ്രൻ കൊല്ലത്ത് നിന്നും പാർലമെൻറ്റിൽ മത്സരിക്കുമ്പോൾ അന്ന് ശ്രീ MA ബേബി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് LDF-ൻ്റെ പ്രതിനിധാനം CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച്. രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പിണറായി വിജയൻ അതിലൂടെ അവിടെ NK പ്രേമേന്ദ്രന് പരനാറി എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചതോടുകൂടി അദ്ദേഹം ഉദ്ദേശിച്ച രണ്ട് കാര്യങ്ങൾ സാധിച്ചെടുത്തു. ഒന്ന്, പാർലമെൻറ്റിൽ CPM-നെ പ്രതിദാനം ചെയ്ത് MA ബേബി പോയാൽ, പൊളിറ്റ് ബ്യൂറോ അംഗം പോയാൽ അദ്ദേഹമായിരിക്കും പാർലമെൻ്ററി പാർട്ടിയിലെ അവിടുത്തെ CPM-ൻ്റെ നേതാവാകുക. അത് യഥാർത്ഥത്തിൽ AKജിക്ക് ശേഷം
ശ്രീ ബേബിക്കായിരിക്കും ആ അവസരം കിട്ടുക. അതിനെ ഇല്ലാതാക്കുക, ബേബിയെ തോൽപ്പിക്കുക. അതിനുവേണ്ടി കൃത്യമായി പ്രേമേന്ദ്രനെ പ്രേമേന്ദ്രന് പരനാറി പ്രയോഗം ഉപയോഗിച്ച് പ്രേമേന്ദ്രന് ബഹുജനങ്ങൾ എല്ലാവരും തന്നെ ബേബിക്കെതിരെ വോട്ട് ചെയ്തു. അതുവരെ കിട്ടാത്ത UDF കിട്ടാത്ത വലിയ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ശ്രീ പ്രേമേന്ദ്രൻ വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ പറയുന്ന കേരളത്തിലെ രാഷ്ട്രീയത്തെ ശ്രദ്ധിക്കുന്ന എല്ലാവരും തന്നെ, പ്രത്യേകിച്ച് മലയാളികളെല്ലാം പറയുന്നത്, എവിടെയെങ്കിലും ഏതെങ്കിലും LDFൻ്റെയോ CPMൻ്റെയോ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കണമെങ്കിൽ ശ്രീ പിണറായി വിജയനെ ഇറക്കി ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സഹജമായ ആളുകളെ ആക്ഷേപിക്കാനുള്ള സഹജമായ വാസനകൾ വെച്ചിട്ടുള്ള ധാർഷ്ട്യം ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം ഭാഷകൾ, പരനാറിയെന്നും നികൃഷ്ടജീവിയെന്നും വിവരദോഷിയെന്നും, കുറുലോസിനെ വിളിച്ചത് വിവരദോഷി എന്നാണ്, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് വിളിപ്പിച്ചാൽ യഥാർത്ഥത്തിൽ എതിർ സ്ഥാനാർത്ഥി UDFലെയോ മറ്റേതെങ്കിലും ആണെങ്കിലും എതിർ സ്ഥാനാർത്ഥി CPMനെതിരെയുള്ള സ്ഥാനാർത്ഥി അല്ലെങ്കിൽ LDFനെതിരെയുള്ള സ്ഥാനാർത്ഥി അനായാസം വിജയിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ശ്രീ പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന രീതിയിൽ പാർട്ടിയും സംവിധാനവും LDFും മുന്നേറുമോ അല്ലെങ്കിൽ തകരുമോ തകർന്നടിയുമോ? ഇതുകൊണ്ടുള്ള നേട്ടം അത് ആർക്കാണ്? അദ്ദേഹം വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ കൂടെ നിൽക്കുന്നവർ അദ്ദേഹത്തിന് കൊടുക്കുന്ന സംഘടനാബലം നൽകുന്ന സംഘടന വളരെയധികം തകരാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൂടെ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യമാണ്, ബേബി സഖാവ് പാർട്ടി വിട്ട് പോയിട്ടില്ല. ഇപ്പോൾ പറയുന്ന മാർ കുർലോസ് തിരുമേനി അദ്ദേഹം പാർട്ടി വിടുമെന്നല്ല, അദ്ദേഹം പാർട്ടി മെമ്പറൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിന് പാർട്ടിയിലുള്ള താല്പര്യം, ഞാനതിൻ്റെ ഒരു തിയോളജിയും ഫിലോസഫിയും ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ക്രിസ്ത്യൻ ചാരിറ്റികൾ ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM നേതൃത്വം നൽകുന്ന LDF എന്നാണ് അദ്ദേഹം കരുതുന്നത്. അദ്ദേഹം അതിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കും, ഇതിൽ തന്നെ ഈ പാർട്ടിയിൽ തന്നെ നിൽക്കും എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ്റെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ വാല്യൂസും വെർച്യൂസും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണോ? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചായ്വ് എന്താണ് എന്നൊക്കെയുള്ളത് കൂടെ ഇവിടെ പരിശോധിക്കേണ്ടതാണ്.